ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വഅൻത തജ്അലുൽ ഹസ്ന ഇദാ ശിഅ്ത സഹ്ല. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ സൂറത്തുൽ കഹ്ഫിൻ്റെ 26 ആയ അൽഹംദുലില്ലാ 26 ആയ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് 27ാമത്തെ ആയയാണ്. അപ്പോൾ 27ാമത്തെ ആയയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു 1 മുതൽ 8 വരെയുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് 1 മുതൽ 8 വരെയുള്ള ആയത്തുകൾ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് 9 മുതൽ 26 വരെയുള്ള ആയകളിൽ അസ്ഹാബുൽ കഹ്ഫിൻ്റെ സംഭവ കഥകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നത്, അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ നമ്മൾ 26 ആയ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അൽഹംദുലില്ലാ. ആ സംഭവ കഥ അവിടെ അവസാനിച്ചു. ഇനി 27 മുതൽ 31 വരെയുള്ള ആയകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന എല്ലാവർക്കും ഉള്ള ഉപദേശങ്ങളാണ്. ഓക്കെ, അല്ലെങ്കിൽ ഖുത്ബ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഉപദേശങ്ങളാണ് 27ാമത്തെ ആയ മുതൽ. അതിൽ 27ാമത്തെ ആയയിൽ അതിൻ്റെ മീനിങ് നമ്മൾ നോക്കാം. വത്ലു എന്ന് പറഞ്ഞാൽ നീ പാരായണം ചെയ്യുക. തല എന്ന് പറഞ്ഞാലാണ് തല യത്ലു. ഒരു ഫിഅൽ അംറാണ്, കൽപ്പനക്രിയയാണ്. വത്ലു നീ പാരായണം ചെയ്യൂ. മാ ഊഹിയ എന്ന് പറഞ്ഞാൽ വഹിയിൻ്റെ മജ്ഹൂലാണ്. ഊഹിയ എന്ന് പറഞ്ഞാൽ വഹി നൽകപ്പെട്ടത്. വഹി നൽകപ്പെട്ടതിനെ നീ എന്ത് ചെയ്യുക? പാരായണം ചെയ്യുക. ഇലൈക്ക എന്ന് പറഞ്ഞാൽ നിന്നിൽ, ഇല പ്ലസ് അന്ത, നിന്നിലേക്ക്, നിനക്ക്. മിൻ കിതാബി വേദഗ്രന്ഥത്തിൽ നിന്നും. മിൻ കിതാബി റബ്ബിക. കിതാബി റബ്ബി റബ്ബിൻ്റെ കിതാബ്. നിൻ്റെ. മൊത്തത്തിൽ പറയുന്ന സമയത്ത് നിൻ്റെ റബ്ബിൻ്റെ വേദഗ്രന്ഥത്തിൽ നിന്നും നിനക്ക് വഹി നൽകപ്പെട്ടത് നീ പാരായണം ചെയ്യുക. ഓക്കെ, വത്ലു മാ ഊഹിയ ഇലൈക മിൻ കിതാബി റബ്ബിക്. ലാ മുബദ്ദില. ലാ എന്ന് പറഞ്ഞാൽ എന്താ? നിഷേധിക്കാനുള്ളതാണ്. ലാ മുബദ്ദില. ബദ്ദല യുബദ്ദിലു എന്നുള്ളിടത്തു നിന്നാണ് എന്ത് വന്നത്? മുബദ്ദിൽ എന്ന് പറഞ്ഞാൽ മാറ്റിമറിക്കുന്നവൻ. ഒരു മാറ്റിമറിക്കുന്നവനുമില്ല. ലാ മുബദ്ദില ലി കലിമാതിഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ അവൻ്റെ വചനങ്ങളെ. ലി കലിമാതിഹി അവൻ്റെ വചനങ്ങളെ. വലൻ തജിദ. വലൻ എന്ന് പറഞ്ഞാൽ ഇല്ല, നിഷേധിക്കാനുള്ളതാണ്. ലൻ എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ. വലൻ എന്ന് പറഞ്ഞാൽ നീ കണ്ടെത്തുകയില്ല, നീ കാണുകയില്ല, അല്ലെങ്കിൽ നീ കണ്ടെത്തുകയില്ല, അല്ലെങ്കിൽ നിനക്ക് കിട്ടുന്നതേ അല്ല. മിൻ ദൂനിഹി. മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്. ദൂനിഹി അവനല്ലാതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ. മിൻ ദൂനിഹി മുൽതഹദ എന്ന് പറഞ്ഞാൽ രക്ഷാവലംബം, രക്ഷ കിട്ടുന്ന ആൾ അല്ലെങ്കിൽ സ്ഥലം, അതൊക്കെ പറയാം. ഒരു നമുക്ക് രക്ഷ കിട്ടുന്ന ഒരു സംഭവം, ഇതിനാണ് എന്ത് പറയുന്നത്? മുൽതഹദ. അപ്പോൾ ലാ മുബദ്ദില ലി കലിമാതിഹി എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനങ്ങളെ മാറ്റം വരുത്താൻ പറ്റുകയില്ല. വലൻ തജിദ മിൻ ദൂനിഹി മുൽതഹദ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൂടാതെ ഒരു രക്ഷാവലംബവും നിനക്ക് കിട്ടുകയുമില്ല. അതാണ് സൂറയുടെ മൊത്തം വായ പറയുമ്പോൾ, നിനക്ക് ബോധനം നൽകപ്പെട്ട നിൻ്റെ രക്ഷിതാവിൻ്റെ ഗ്രന്ഥം നീ പാരായണം ചെയ്യുക. അവൻ്റെ വചനങ്ങൾക്ക് ഭേദഗതി വരുത്താൻ ആരുമില്ല, അല്ലെങ്കിൽ വരുത്തുന്നവൻ ആരുമില്ല. അവന് പുറമെ യാതൊരു അഭയസ്ഥാനവും നീ ഒരിക്കലും കണ്ടെത്തുകയും ഇല്ല. അപ്പോൾ അതാണ് ഈ 27ാമത്തെ ആയതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ വത്ലു എന്ന് പറഞ്ഞാൽ നീ പാരായണം ചെയ്യൂ. അപ്പോൾ വിശുദ്ധ ഖുർആൻ്റെ പാരായണത്തിനെ സംബന്ധിച്ചാണ്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുവാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ആദ്യം പറയുന്നത്.
എല്ലാവരോടുമാണ് എന്ത് പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനെ പാരായണം ചെയ്യാൻ കൽപ്പിക്കുന്നത്. ഒരു കൽപ്പനക്രിയയാണത്. അപ്പോൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്ന് പറഞ്ഞാൽ 2 ലക്ഷ്യത്തിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനെ ഇറക്കിയത്. ഒന്ന്, അതിനെ പാരായണം ചെയ്യുക, അല്ലെങ്കിൽ തിലാവത്തുൽ ലഫ്ളിയ, അതിൻ്റെ വാക്കുകൾ പാരായണം ചെയ്യുക. രണ്ടാമത്തേത് തിലാവത്തുൽ അമലിയ, അത് പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരാനും. ഇങ്ങനെ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വിശുദ്ധ ഖുർആനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത്. അപ്പോൾ അതിലാദ്യത്തെ തിലാവത്തുൽ ലഫ്ളിയ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ്റെ പാരായണം. അപ്പോൾ ഇത് വിശുദ്ധ ഖുർആൻ്റെ പാരായണം എങ്ങനെയാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടതെന്ന് വിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തുൽ മുസമ്മിൽ അല്ലേ, 73-ാമത്തെ അധ്യായമായ സൂറത്തുൽ മുസമ്മിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് വിശുദ്ധ ഖുർആനെ പാരായണം ചെയ്യേണ്ടതെന്ന്. അപ്പോൾ വിശുദ്ധ ഖുർആനിലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ഥലത്ത് പറയുന്ന കാര്യത്തിൻ്റെ വിശദീകരണം വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തുണ്ടാവും. അതിൻ്റെ തഫ്സീർ, വിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീർ വിശുദ്ധ ഖുർആനിൽ തന്നെ ഉണ്ടാവും. സൂറത്തുൽ മുസമ്മിലിൻ്റെ 4-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് എന്താണ്, വറത്തിലിൽ ഖുർആന തർത്തീല, വറത്തിലിൽ ഖുർആന തർത്തീല. അപ്പോൾ വിശുദ്ധ ഖുർആനെ എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഓക്കെ, സാവധാനത്തിൽ അല്ലെങ്കിൽ സാവകാശത്തിൽ ഖുർആനെ നിർത്തി ഓതുക, അതാണ് വറത്തിലിൽ ഖുർആന തർത്തീല എന്ന് പറയുന്നത്. അപ്പോൾ മുഫസ്സിരിങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വിശുദ്ധ ഖുർആനെ പാരായണം ചെയ്യുന്ന സമയത്ത് അക്ഷരങ്ങൾ വ്യക്തമാക്കിയും വാക്കുകൾ മുറിച്ചും വാചകങ്ങൾ നിർത്തിയും കൊണ്ട് സാവകാശ രൂപത്തിൽ നന്നാക്കി വായിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരാൾക്ക് അതിൻ്റെ അർത്ഥവും ആശയവും സൂചനകളുമെല്ലാം ഓർമ്മിക്കുവാനും അവ മനസ്സിൽ പതിയുവാനും അവയെപ്പറ്റി ഉറ്റാലോചിക്കുവാനും അത് ഉപകാരപ്പെടും അല്ലേ. അങ്ങനെ ഓതിയാലാണ് നമുക്ക് എന്ത് ചെയ്യുക, അതിനെപ്പറ്റി ആലോചിക്കാനും മനസ്സിലാക്കാനൊക്കെ ഉള്ളൊരു സാവകാശം കിട്ടും അല്ലേ. പിന്നെ അതേപോലെ തന്നെ അങ്ങനെയുള്ളൊരു പാരായണം കേൾക്കുന്നവർക്കും അല്ലേ അതുകൊണ്ട് ഉപകാരം ഉണ്ടാകും. പാരായണം കേൾക്കുന്നവർക്ക് അത് ക്ലിയറായിട്ട് കേൾക്കും, കാര്യങ്ങളൊക്കെ ക്ലിയറായിട്ട് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ പറ്റും. ഓക്കെ, വിശുദ്ധ ഖുർആൻ്റെ പാരായണത്തിനൊരു ശാസ്ത്രമുണ്ട് അല്ലേ. അതിനെന്ത് പറയുന്നത്, ഇൽമു തജ്വീദ്, അല്ലെങ്കിൽ വായന നന്നാക്കുന്ന ശാസ്ത്രം, ഇൽമു തജ്വീദ്. അപ്പോൾ നമ്മൾ വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ആളുകൾ ഈ ഒരു തജ്വീദിൻ്റെ അറിവ് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കഴിവിൻ്റെ പരമാവധി നമ്മളത് പഠിച്ചെടുക്കണം. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വിശുദ്ധ ഖുർആനെ നല്ല രീതിയിൽ പാരായണം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വിശുദ്ധ ഖുർആൻ്റെ പാരായണം ചെയ്യുന്ന സമയത്ത് തെറ്റുകൂടാതെ പാരായണം ചെയ്യണം. അപ്പോൾ തെറ്റുകൂടാതെ പാരായണം ചെയ്യണമെങ്കിൽ നമ്മളതിൻ്റെ അക്ഷരങ്ങൾ ക്ലിയറായിട്ട് മനസ്സിലാക്കണം. അതേപോലെ തന്നെ എന്തിലും വിശദീകരിക്കുന്ന സമയത്ത്, തഫ്സീർ പറയുന്ന സമയത്തും തെറ്റിപ്പോകാൻ പാടില്ല, അക്ഷരങ്ങൾ തെറ്റാൻ പാടില്ല. അതേപോലെ തന്നെ ഹർക്കത്തുകളൊന്നും മാറി അല്ലേ, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണോ ഇറക്കിയത്, ഏത് അർത്ഥമാണോ ഉദ്ദേശിക്കുന്നത് അതിൽ നിന്നും മാറിപ്പോകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ ഖുർആൻ പാരായണത്തെ പറ്റി ചോദിക്കപ്പെട്ടപ്പോൾ അതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നീട്ടിയും കൊണ്ടായിരുന്നു, അല്ലെങ്കിൽ സാവധാനം ഓരോ അക്ഷരങ്ങളും വ്യക്തമാക്കി ക്ലിയറാക്കിയിട്ടാണ്, എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാർക്ക് അത് ക്ലിയറായിട്ട് മനസ്സിലാവും. അക്ഷരങ്ങൾ വടിവോടെ വ്യക്തമാക്കി ഉച്ചരിച്ചു കൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനെ പാരായണം ചെയ്തത്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രീതിയിൽ പാരായണം ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ ഉത്തരം, ഏതൊരുവൻ ഓതുന്നത് കേട്ടാൽ അവൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നുവെന്ന് നിനക്ക് കാണാമോ, അവനാണ് വിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രീതിയിൽ പാരായണം ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ വിശുദ്ധ ഖുർആന് നമ്മൾ പാരായണം ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിന് ഖുർആനോടുള്ള ഇണക്കമായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ ഖുർആനോട് ഇഷ്ടമുള്ള സമയത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പാരായണം ചെയ്യേണ്ടത്. നമുക്ക് മനസ്സിന് വിശുദ്ധ ഖുർആനുമായിട്ട് പൊരുത്തക്കേട് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വിരസത തോന്നുക ഓതുന്ന സമയത്ത്, അങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല, അത് അടച്ചു വെച്ച് എഴുന്നേറ്റ് പോവുകയാണ് വേണ്ടത് എന്നുള്ളതാണ് തഫ്സീർ ഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണുന്നത്. അപ്പം നമ്മൾ പറഞ്ഞല്ലോ 2 കാര്യത്തിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനെ ഇറക്കിയത് അല്ലേ. ഒന്ന്, അത് പാരായണം ചെയ്യാൻ തന്നെയാണ് അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും പറയുന്നുണ്ട്. അൻകബൂത്തിൽ 45-ാമത്തെ ആയത്തിൽ, അതേപോലെ തന്നെ സൂറത്തുൽ നംലിൻ്റെ 92-ാമത്തെ ആയത്തിൽ, സൂറത്തുൽ അൻആമിൻ്റെ 106-ാമത്തെ ആയ, ഈ എല്ലാ ആയകളിലും എല്ലാ സൂറകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനെ പാരായണം ചെയ്യാനുള്ള കൽപ്പനയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ വിശുദ്ധ ഖുർആൻ്റെ പാരായണം എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ പാരായണം ചെയ്യുക തന്നെ അല്ല, എന്തും വേണം,
അതിൻ്റെ അർത്ഥങ്ങളും ആശയങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ജീവിതത്തിലേക്ക് പകർത്തണം. കഴിവിൻ്റെ പരമാവധി നമ്മളത് ജീവിതത്തിലേക്ക് പകർത്തുക. ഓക്കെ, അപ്പോൾ ജീവിതത്തിലേക്ക് പകർത്തുക എന്ന് പറയുന്നത് അതിൽ പറഞ്ഞിരിക്കുന്ന വിധിവിലക്കുകളെ പിൻപറ്റുക. എന്താണോ ഓരോ അവസരത്തിലല്ലേ നമ്മളെ മനുഷ്യ ജീവിതത്തിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ സന്ദർഭങ്ങളിലും എന്താണ് നമ്മളുടെ പ്രവൃത്തികൾ എങ്ങനെയായിരിക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ എന്താണ്, നമുക്കൊരു ജീവിതത്തിനുള്ള ജീവിതത്തിലുള്ളൊരു ഗൈഡാണ്, ഒരു മാർഗദർശിയാണ്. അത് മാർഗദർശനം നൽകുന്ന ഒരു ഗ്രന്ഥമാണ്. അപ്പം വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ അവർക്ക് ചുറ്റുമുള്ള ജീവിക്കുന്ന ആളുകൾക്കും വളരെ സൗകര്യമായിരിക്കില്ല. അവരുടെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉത്തമമായ ജീവിത രീതിയാണ് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ വെറുതെ പാരായണം ചെയ്യാൻ മാത്രമുള്ളതല്ല, എന്താണ് അതിൻ്റെ ആശയം മനസ്സിലാക്കി നമ്മളത് ജീവിതത്തിലേക്ക് പകർത്തണം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതിലേക്കാണ് വിശുദ്ധ ഖുർആൻ വഴി കാണിക്കുക. വിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ, നമ്മൾക്ക് അയൽവാസികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് അല്ലേ, മാതാപിതാക്കളോട് എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ഏറ്റവും നല്ല രീതിയിലേക്കാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ വഴി നടത്തുന്നത്. അപ്പോൾ ഈ വിശുദ്ധ ഖുർആനെ നമ്മൾ എന്ത് ചെയ്യണം, എന്നും പാരായണം ചെയ്യണം. നമ്മളതിന് സമയം കണ്ടെത്തണം, എന്നും പാരായണം ചെയ്യാനുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ചില ആളുകൾ വിശുദ്ധ ഖുർആൻ റമദാനിൽ മാത്രം പാരായണം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. റമദാനിൽ മാത്രം എന്ത് ചെയ്യുക, വിശുദ്ധ ഖുർആനെ പാരായണം ചെയ്യുക. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ പാരായണം ചെയ്യുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ വിശുദ്ധ ഖുർആൻ നമ്മളെ മനസ്സിനെ സ്വാധീനിക്കും, നല്ല രീതിയിൽ നമ്മളെ മനസ്സിനെ സ്വാധീനിക്കുകയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ അതുവഴി മനസ്സുകൾക്ക് എന്തെന്നില്ലാത്ത സ്വസ്ഥതയും ശാന്തിയും നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർക്ക് അവരുടെ ദുഃഖങ്ങൾ നീക്കാനും പതിയെ മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ലഭിക്കാൻ വിശുദ്ധ ഖുർആനാണ് ഏറ്റവും ഉചിതം. അല്ലെങ്കിൽ അതിനുള്ള ഒരു അസാധാരണ ശക്തി എന്തിനുണ്ട്, വിശുദ്ധ ഖുർആനുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വത്ലു എന്നുള്ള വിശുദ്ധ ഖുർആനിൻ്റെ വചനം നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, അമലാക്കില്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു കൽപ്പന നമ്മൾ അമലാക്കുകയാണ്, നമ്മൾ അത് പാരായണം ചെയ്യുന്നതിലൂടെ. ഒരു അമൽ അങ്ങനെ തന്നെയാണ്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതിനാണ് ഒരു അമൽ. വിശുദ്ധ ഖുർആൻ എന്താണെന്നാണ് പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയായിട്ട് നൽകിയാണ്. അതുകൊണ്ടാണ് മാ ഊഹിയ എന്താണോ, മാ എന്ന് പറഞ്ഞാൽ എന്താണോ അത്, മാ ഊഹിയ ഇലൈക, നിനക്ക് വഹി നൽകപ്പെട്ടത് അല്ലെങ്കിൽ നിനക്ക് ബോധനം നൽകപ്പെട്ടത്. മിൻ കിതാബി, അവിടെ കിതാബ് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനാണ്. മിൻ കിതാബി എന്ന് പറഞ്ഞാൽ വേദഗ്രന്ഥത്തിൽ നിന്നും, മിൻ കിതാബി വേദഗ്രന്ഥത്തിൽ നിന്നും. അപ്പോൾ വിശുദ്ധ ഖുർആൻ ആരാണ് ഇറക്കിയതെന്നാണ്, മിൻ കിതാബി റബ്ബിക, മിൻ കിതാബി റബ്ബിക, നിൻ്റെ റബ്ബിൻ്റെ വേദഗ്രന്ഥം, നിൻ്റെ രക്ഷിതാവിൻ്റെ വേദഗ്രന്ഥത്തിൽ നിന്നും. അപ്പം വിശുദ്ധ ഖുർആനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് ഇറക്കിയത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഇറക്കിയത്. അത് നമ്മൾ എന്ത് ചെയ്യണം, എല്ലാവരും പാരായണം ചെയ്യുക എന്നുള്ളതിനാണ് ഒന്നാമത്തെ കാര്യം. അനുസരിച്ച് ജീവിതത്തിനെ തിട്ടപ്പെടുത്തുക, ജീവിതത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ അതിനനുസരിച്ച് തിട്ടപ്പെടുത്തുക. ഓരോ അവസരത്തിലും നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുന്ന സമയത്തും നമ്മൾ എന്ത് ചെയ്യുക, വിശുദ്ധ ഖുർആനിൽ ഇനി എതിരായ രീതിയിലുള്ള പ്രവൃത്തികളിൽ നിന്ന് നമ്മൾ വിട്ടുക്കുക. എന്താണോ വിശുദ്ധ ഖുർആൻ കൽപ്പിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, പ്രവർത്തിക്കുകയും ചെയ്യുക. ലാ മുബദ്ദില, ഒരു മാറ്റം വരുത്തുന്നവനുമില്ല. മുബദ്ദിൽ എന്ന് പറഞ്ഞാൽ മാറ്റം വരുത്തുന്ന ആൾക്കാണ് പറയുന്നത്. മുബദ്ദിൽ എന്ന് പറഞ്ഞാൽ മാറ്റം വരുത്തുന്ന ആൾ. ലാ മുബദ്ദില എന്ന് പറഞ്ഞാൽ എന്താണ്, മാറ്റം വരുത്തുന്നവൻ ഇല്ല, ഒരു മാറ്റം വരുത്തുന്നവനും ഇല്ല. ലി കലിമാത്തിഹി, ഇവിടെ ഹി ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലാസ്റ്റ് വന്ന ഹി. ലി കലിമാത്തിഹി, അവൻ്റെ വചനങ്ങൾ. കലിമാത്ത് എന്ന് പറഞ്ഞാലാണ് വചനങ്ങൾ. ലി കലിമാത്തിഹി, അവൻ്റെ വചനങ്ങൾ. വലൻ തജിദ എന്ന് പറഞ്ഞാൽ നിനക്ക് കിട്ടുന്നതേ അല്ല, അല്ലെങ്കിൽ നീ കണ്ടെത്തുകയുമില്ല. മിൻ ദൂനിഹി, അവനെ അല്ലാതെ, അവനെ കൂടാതെ. മുൽത്തഹദ, ഒരു രക്ഷാവലംബവും. അപ്പോൾ നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് നമുക്കെന്തുണ്ടാവും അല്ലേ, നാമമാത്രമായ രക്ഷാവലംബം ചിലപ്പോൾ നമുക്ക് കിട്ടിയേക്കാം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെന്തില്ല, നമ്മൾ ഭൂമിയിൽ നമുക്ക് സ്ഥിരതയില്ല, സ്ഥിരതാമസത്തിനുള്ള സ്ഥലമല്ല. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം, വിട്ടുപോകും. അപ്പോൾ ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്തേക്കാണ് നമുക്ക് പോകാനുള്ളത് അല്ലേ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത്, ഒരു രക്ഷാവലംബം. അപ്പോൾ ഇവിടെ ഈ മുബദ്ദില എന്ന് പറയുന്നതിൽ മനുഷ്യന്മാർക്ക് മാറ്റം വരുത്താം, ഒന്നും മാറ്റം വരുത്താൻ പാടില്ല. ചില ആളുകൾ വിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീർ പറയുന്ന സമയത്ത് അല്ലേ, വിശുദ്ധ ഖുർആനിനെ വിശദീകരണം പറയുന്ന സമയത്ത് വിമർശിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, വിമർശകർ ആശയങ്ങൾ മാറ്റം വരുത്തും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല,
വിശുദ്ധ ഖുർആനെ വിശ്വസിക്കുന്ന ആളുകൾ എന്ത് ചെയ്യരുത്, അതിൽ മാറ്റം വരുത്താൻ പാടില്ല. അക്ഷരങ്ങൾ മാറിപ്പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ്റെ പാരായണത്തിൽ നമ്മൾ തജ്വീദ് പഠിക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. നമ്മൾ വിശുദ്ധ ഖുർആൻ്റെ ഇല്ലേ, വിശുദ്ധ ഖുർആനിൽ പല രീതിയിലുള്ള അക്ഷരങ്ങൾക്ക് പലതരം സ്വഭാവങ്ങളുണ്ട്. ഓരോ അക്ഷരങ്ങളും ഓരോ ഉത്ഭവസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ആ ഓരോ ഉത്ഭവസ്ഥാനത്തിൽ നിന്നും പുറപ്പെടുവിച്ച് എല്ലാ സ്വഭാവങ്ങളും കൊടുത്തുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അക്ഷരങ്ങളെ പാരായണം ചെയ്യാൻ. അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥങ്ങൾ മാറിപ്പോവും. ഓക്കെ. അതേപോലെ തന്നെ ഹർക്കത്തുകൾ മാറിപ്പോകാൻ പാടില്ല. നമ്മൾ തജ്വീദ് പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അത് എന്തിനാണ് തജ്വീദ് പഠിക്കുന്നത് എന്നുള്ളത്. ഇല്ലേ, ആ ഒരു ക്ലാസ്സിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്തിനു വേണ്ടിയാണ് തജ്വീദ് പഠിക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ ആശയങ്ങളും മാറ്റാൻ പാടില്ല. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വചനങ്ങൾ ചിലപ്പോൾ മാറ്റം വരുത്തും. അല്ലേ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഗ്രന്ഥമായതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എന്ത് ചെയ്യാം, അത് മാറ്റം വരുത്താം. ഓക്കെ. സൂറത്തുൽ ബഖറയിൽ 106 ആയയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നില്ലേ, മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹ നഅതി ബിഖൈരിൻ മിൻഹ ഔ മിസ്ലിഹ. അല്ലേ, എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ ചില ആയകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ സമയത്ത് ഇതിനേക്കാൾ കുറച്ചും കൂടി നല്ലതോ അല്ലെങ്കിൽ അതേപോലെയുള്ള വേറെ ആയോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നു, അതിൽ മാറ്റം വരുത്തും. അത് അള്ളാഹുവിൻ്റെ അധികാരമാണ്. അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ അള്ളാഹുവിന് എന്ത് ചെയ്യാം, മാറ്റം വരുത്താം. നമ്മൾ മാറ്റം വരുത്താൻ പാടില്ല. അതാണ് ലാ മുബദ്ദില, മാറ്റം വരുത്തുന്നവനില്ല, ലികലിമാത്തിഹി, അവൻ്റെ വചനങ്ങൾക്ക്. വലൻ തജിദ മിൻ ദൂനിഹി മുൽതഹദ, നിനക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കൂടാതെ ഒരു രക്ഷാവലംബവും കിട്ടുകയില്ല, അല്ലെങ്കിൽ നീ കണ്ടെത്തുകയും ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വചനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ദിവസവും നമ്മളത് പാരായണം ചെയ്യണം. ഓക്കെ. നമ്മളുടെ മരണത്തിനെ നമ്മൾ ഓർക്കുക. നമ്മളുടെ മരണത്തിനെ ഉറപ്പായിട്ടും നമുക്കെല്ലാവർക്കും കണ്ടുമുട്ടേണ്ട, അല്ലേ, എല്ലാ നഫ്സും കണ്ടുമുട്ടുന്ന ഒരു സംഭവമാണെന്ത്, മരണം. അല്ലേ, നമ്മൾ എല്ലാവരും ഭയത്തോടെ ഓർക്കുന്ന ഒരു കാര്യമാണ് മരണം. അപ്പോൾ അതിൽ നിന്നും നല്ല രീതിയിലുള്ള മരണം ലഭിക്കാനും, അതേപോലെ തന്നെ എല്ലാവരും ഖബറിലെ ജീവിതം എല്ലാവർക്കും ഉറപ്പാണ്. അല്ലേ, ഖബർ ജീവിതം എല്ലാവർക്കും ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ഖബറിൽ നമ്മുടെ സ്വാഹിബായിട്ട് വിശുദ്ധ ഖുർആനെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ജീവിക്കുന്ന സമയത്ത് വിശുദ്ധ ഖുർആനുമായി ഏറ്റവും അടുത്ത് നിൽക്കുക, നമ്മളത് പാരായണം ചെയ്യുക. അതേപോലെ തന്നെ അതിൻ്റെ അർത്ഥങ്ങളും ആശയങ്ങളും മനസ്സിലാക്കുക, പരമാവധി ജീവിതത്തിലേക്ക് പകർത്തുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പരലോക ജീവിതം ഉറപ്പായിട്ടും എല്ലാവർക്കും ഫേസ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ത്, പരലോകം. നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു, അല്ലേ, വളരെ ഗൗരവപ്പെട്ടൊരു വിഷയമാണെന്ത്, നമ്മുടെ പരലോകം. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് സമാധാനവും ശാന്തിയും സന്തോഷവും ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വിശുദ്ധ ഖുർആനായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുക. അപ്പോൾ നമ്മളതിനുള്ള സമയം കണ്ടെത്തുക. വിശുദ്ധ ഖുർആനായിട്ട് നമ്മൾ മുഴുകി ജീവിക്കാനുള്ള ഒരു സമയം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഏത് തിരക്കിലായാലും ഖുർആന് വേണ്ടി കുറച്ച് സമയം നമ്മൾ എന്ത് ചെയ്യണം, നീക്കി വെക്കണം. വെറുതെ അക്ഷരങ്ങളൊന്നും ഉച്ചരിക്കാണ്ട് അങ്ങനെ സ്പീഡിൽ അങ്ങനെ പാരായണം ചെയ്ത് പോവുകയല്ല. എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. എങ്ങനെയാണ് പാരായണം ചെയ്യുന്നതെന്ന് നമ്മൾ പഠിക്കുക. അങ്ങനെ വിശുദ്ധ ഖുർആനായിട്ട് ബന്ധപ്പെട്ട എല്ലാ അറിവുകളും നമ്മൾ പരമാവധി നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മളത് കരസ്ഥമാക്കുക. നമുക്ക് കിട്ടിയ അറിവ് നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. പിന്നെ നമുക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ടാവും ജീവിതത്തിൽ. എല്ലാവർക്കും പ്രയാസങ്ങളുണ്ടാവും. പ്രയാസങ്ങളില്ലാത്ത ജീവിതമല്ല. അപ്പോൾ എല്ലാ പ്രയാസങ്ങൾക്കും ഒരു ആശ്വാസമാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ആ ഒരു സമയത്ത് തന്നെയെങ്കിലും നമുക്ക് എന്തുണ്ടാവും, മനസ്സിന് ആശ്വാസം ലഭിക്കും. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ പഠനത്തിലെ സദസ്സിൽ നമ്മൾ പരമാവധി സദസ്സുകളിൽ പങ്കെടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള സദസ്സുകളിൽ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവും. മലക്കുകൾ നമ്മളെ പൊതിയും, നമുക്ക് മനസ്സിന് ശാന്തിയും സമാധാനവും ഇറക്കും എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും, അല്ലേ, ഹലാലായ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു സദസ്സിൽ വെച്ചിട്ട് നമ്മൾ ദുആ ചെയ്യുക. ഓക്കെ. ആ ദുആ നമുക്ക് ഉത്തരം ലഭിക്കപ്പെടുന്നതായിരിക്കും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അതേപോലെ തന്നെ അതൊക്കെയാണ് ഈ ഒരു ആയയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ തജ്വീദ് നോക്കാം. വത്ലു, വാവ് വേറെയാണ്, വാവും പിന്നെ ആണത്, ഹംസത്തുൽ വസ്ലാണത്, അല്ലേ, ഹംസത്തുൽ വസ്ലാണ്. അപ്പോൾ നമുക്കറിയാം ഹംസത്തുൽ വസ്ലിനെ എല്ലാ സമയത്തും ഇങ്ങനെ കാണും. വിശുദ്ധ ഖുർആനിൽ ഹംസത്തുൽ വസ്ൽ സ്വാദിൻ്റെ തലയുള്ളൊരു അലിഫ്. ഓക്കെ, അതിന് എല്ലാ സമയത്തും നമ്മൾ ഈ ഒരു അവസ്ഥയിലാണ് കാണുക. അപ്പോൾ ഈ ഒരു വാക്കിൽ ഏതൊരു ഫെയിൽ അമ്രാണ്, ഒരു കൽപ്പനക്രിയയാണ്. ഹർക്ക ആണ്, ഉത്ലു. അതിൻ്റെ കാരണം മൂന്നാമത്തെ അക്ഷരത്തിൻ്റെ, അല്ലേ, 1 ഹംസത്തുൽ വസ്ൽ,
2 താക്കി സുക്കൂനാണ്. മൂന്നാമത്തെ അക്ഷരത്തിന് ലമ്മയാണ്. അപ്പോൾ മൂന്നാമത്തെ അക്ഷരത്തിന് ലമ്മയായതുകൊണ്ട് ഹംസത്തുൽ വസ്ലിന് ലമ്മ വരും. ഓക്കെ, നമ്മൾ ഹംസത്തുൽ വസ്ലിൻ്റെ നിയമങ്ങൾ നമ്മൾ ഒരുപാട് പഠിച്ചതാണ്. ഒന്നുകൂടി ഞാൻ പറയാം. ലാമിന് സുക്കൂനാണെങ്കിൽ ഹംസത്തുൽ വസ്ലിന് ശേഷം ലാമിന് സുക്കൂനാണെങ്കിൽ ഹംസത്തുൽ വസ്ലിന് ഫതഹയായിരിക്കും. ഓക്കെ, ലാം സുക്കൂൻ അല്ലാതെ വേറെ ഏത് അക്ഷരം വന്നാലും മൂന്നാമത്തെ അക്ഷരത്തിൻ്റെ ഹർക്കത്തായിരിക്കും ഹംസത്തുൽ വസ്ലിൻ്റെ ഹർക്കത്ത്. അത് പറഞ്ഞാൽ മൂന്നാമത്തെ അക്ഷരത്തിന് ഫതഹ വന്നാൽ ഫതഹ നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞു. ഫതഹ ലാം സുക്കൂനിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഫതഹ വരുള്ളൂ. അപ്പോൾ മൂന്നാമത്തെ അക്ഷരത്തിന് ഫതഹയായാലും കെസ്റയായാലും ഹംസത്തുൽ വസ്ലി കെസ്റയായിരിക്കും. ഇവിടെ ഈ ഒരു കേസിൽ മൂന്നാമത്തെ അക്ഷരത്തിന് ലമ്മയാണ്. അതുകൊണ്ട് ഹംസത്തുൽ വസ്ലിൻ്റെ ഹർക്കത്ത് എന്താണ്, ലമ്മയാണ്. ഉത്ലു. അപ്പോൾ ഒരു കൽപ്പനക്രിയയാണ് ഉത്ലു. ഓക്കെ, ഒരു റൂൾ എന്താണെന്ന് വെച്ചാൽ ഹംസത്തുൽ വസ്ൽ കൊണ്ടൊരു വാക്ക് തുടങ്ങുന്ന സമയത്തേ അത് ഉച്ചരിക്കുകയുള്ളൂ. ഈ ഒരു കേസിൽ വാവാണ്, വാവ് കഴിഞ്ഞിട്ടാണ് ഹംസത്തുൽ വസ്ൽ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യൂല, ഹംസത്തുൽ വസ്ലിനെ നമ്മൾ ഉച്ചരിക്കൂല. അപ്പോൾ നമ്മൾ വാവാണ് ഉച്ചരിക്കുക. വത്സ്ലു. ഓക്കെ, ഉത്ലു മാ. മീമിന് അല്ലേ, മീമിന് എന്തുണ്ട്, ഒരു മദ്ദുണ്ട്. മദ്ദിന് ശേഷം എന്ത് വന്നിട്ടുണ്ട്, ഹംസ വന്നിട്ടുണ്ട് അവിടെ അല്ലേ, ഒരു ഹംസ വന്നിട്ടുണ്ട്. അപ്പോൾ മദ്ദിന് ശേഷം ഹംസ വന്നു കഴിഞ്ഞാൽ 4 കൗണ്ട് നീട്ടിയിട്ട് നമ്മൾ പാരായണം ചെയ്യുക. ഓക്കെ, മാ ഊഹിയ. അപ്പോൾ ഇതിനെ പറയുന്നത് മദ്ദുൽ മുൻഫസിൽ എന്നാണ്. കാരണം ഇത് മാ വേറെയാണ്, ഹംസ വേറെയാണ്. മാ വേറെയാണ്, ഹംസ വേറെയാണ്. അതുകൊണ്ട് ഇതിനെ പറയുന്നത് എന്താണ്, അൽ മദ്ദുൽ മുൻഫസിൽ. ഓക്കെ, ഇവിടെ നീട്ടൽ നിർബന്ധമല്ല. ഇനി അതാ നമ്മൾ നീട്ടിയില്ലെങ്കിൽ മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല, മിസ്റ്റേക്കല്ല, പക്ഷേ നീട്ടാം. നമുക്ക് 4 ഹർക്കത്ത് നീട്ടിയിട്ട് പാരായണം ചെയ്യാം. മാ ഊഹിയ ഇലൈക മിൻ കിതാബ് അല്ലേ. ഇവിടെ നൂന് സാക്കിനുണ്ട്. സാക്കിന നൂനിന് ശേഷം കാഫാണ് വന്നത്. അപ്പോൾ സാക്കിന നൂനിന് ശേഷം കാഫ് വന്നാൽ യഖ്ഫാണ്. നൂനിൻ്റെ സൗണ്ടിനെ മറച്ച് വെച്ചുകൊണ്ട് മണിക്കുക. മിൻ കിതാബ്. നൂനിൻ്റെ സൗണ്ടിനെ മറച്ച് വെച്ചിട്ട് മണിക്കുക. അതിനാണ് യഖ്ഫ പറയുന്നത്. മിൻ കിതാബി റബ്ബിക്. ഇവിടെ വേണേൽ നമുക്ക് എന്ത് ചെയ്യാം, ഫുൾ സ്റ്റോപ്പ് ഇടാം. ശ്വാസം കിട്ടുന്ന ആൾക്കാർക്ക് തുടർന്ന് ഓതുകയാണ് നല്ലത്. തുടർന്ന് ഓതുന്നതാണ് നല്ലത്. പക്ഷേ ഇവിടെ എന്ത് ചെയ്യാം, ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ നമുക്ക് എന്ത് ചെയ്യേണ്ട, എടുത്ത് ഓതേണ്ട ആവശ്യമില്ല. സാധാരണഗതിയിൽ അടയാളങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കിൽ നിന്ന് എടുത്ത് ഓതണം. ഓക്കെ, 1-2 വാക്കുകൾ ബാക്കിലോട്ട് പോയിട്ടാണ് നമ്മൾ പാരായണം കണ്ടിന്യൂ ചെയ്യേണ്ടത്. പക്ഷേ ഈ ഒരു അടയാളം ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇതിനെ നമുക്ക് എന്ത് ചെയ്യേണ്ട, കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. ലാ മുബദ്ദില ഒന്നുമില്ല അല്ലേ. ദാലിന് എന്ത് ശബ്ദമുണ്ട്. അപ്പോൾ ശബ്ദ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 അക്ഷരമാണ്, ദ് ദി. അപ്പോൾ മുബദ്ദില ദ് ദി. മുബദ്ദില ലി കലിമാതിഹി. അവിടെ ഹ ഉളമീർ ലാസ്റ്റ് വരുന്ന ഹ അല്ലേ, അതിന് ശേഷമുള്ളതൊരു യാ സഗീറ പറയും. ഹാക്ക് കെസ്റയുണ്ട്, കെസ്റയെ നീട്ടാനുള്ളതാണ് യാ സഗീറ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 2 ഹർക്കത്ത് നീട്ടുക. ലി കലിമാതിഹി. പിന്നെ വലൻ സക്കിന നൂനിന് ശേഷം താണ് വന്നത്. അവിടെ യഖ്ഫാ. വലൻ തജിദ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നൂനിൻ്റെ സൗണ്ടിനെ മറച്ച് വെച്ചിട്ട് മണിക്കുക. വലൻ തജിദ മിൻ ദൂനിഹി. ഇവിടെ സക്കിന നൂനിന് ശേഷം എന്താ ഉള്ളത്, ദാലാണുള്ളത്. അവിടെയും യഖ്ഫാണ്. മിൻ ദൂനിഹി. അവിടെ പിന്നെ കെസ്റയുണ്ട്, ഒരു യാ സഗീറ ഉണ്ട്. അതിന് കെസ്റയെ നീട്ടാനുള്ളതാണ്. എന്ത് ചെയ്യുക, 2 ഹർക്കത്ത് നീട്ടുക. മിൻ ദൂനിഹി മുൽതഹദ. ഇവിടെ ദാലിന് ഫതഹ തൻവീനാണ്. ഫതഹ തൻവീൻ്റെ കൂടെ ഒരു അലിഫുണ്ടാവും. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടുന്ന സമയത്ത് ഒരു ഫതഹയും ഒരു മദ്ദും വെച്ചിട്ട് നിർത്തുക. മുൽതഹദ. ഓക്കെ, അപ്പോൾ ഈ ഒരു ആയയിൽ നമ്മൾ 3 കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്. ഒന്നാമത്തേത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ തന്നെ, വിശുദ്ധ ഖുർആനെ പാരായണം ചെയ്യുക. രണ്ടാമത്തേത് വിശുദ്ധ ഖുർആനെ
മാറ്റം വരുത്താൻ ആരുമില്ല. വിശുദ്ധ ഖുർആനെ മാറ്റിമറിക്കാൻ ആരുമില്ല. പിന്നെ അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ആളുകൾക്ക് മനുഷ്യർക്ക് എന്തില്ല, യാതൊരു അവലംബവും ഇല്ല. ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ ആയയിലൂടെ നമ്മൾ പഠിച്ചത്. അപ്പോൾ വിശുദ്ധ ഖുർആനെ ഏറ്റവും നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് പകർത്താനും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സൗഭാഗ്യം നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. ആമീൻ ആമീൻ ആമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത വനസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.